നീലാംബരി പാർട്ട് 14. പ്രഭാകരൻ വിളിച്ചതും പ്രകാരം എല്ലാവരും കുന്നത്ത് വീട്ടിലേക്ക് യാത്രയായി. 2 വണ്ടിയിലായി. അച്ഛനും അമ്മയും നിച്ചുവും ഹരിയും ഒരു വണ്ടിയിലും ഹരനും നമ്മുടെ നീലുക്കുഞ്ഞും കൂടെ ഒരു വണ്ടിയിൽ. യാത്ര തുടങ്ങി കുറേ കഴിഞ്ഞതും മൗനത്തെ ഭേദിച്ച് ഹരൻ തന്നെ നീലുവിനോട് സംസാരിച്ചു തുടങ്ങി. എന്താടോ താൻ ഒരു മൗനമായിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്താ? എന്നാലും ഒന്നുമില്ല ഏട്ടാ. അവളുടെ വായിൽ നിന്നും ആദ്യമായി ഏട്ടാ എന്നൊരു വിളി കേട്ടതും അവനൊരു അത്ഭുതം തോന്നി. ആ, എന്നെ ഏട്ടാ എന്നൊക്കെ വിളിക്കൂ? അവൻ അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മനുഷ്യ, എന്നെ നോക്കിയിരിക്കാൻ നേരെ നോക്കി വണ്ടി ഓട്ടിക്ക്. അവൻ ഒരു ചിരിയോടെ തന്നെ അവൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് നോക്കിയിരുന്ന് വണ്ടി ഓട്ടിക്കാൻ തുടങ്ങി. അവളുടെ ചുണ്ടുകളിലും ഒരു ചെറിയ ചിരി ഉണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് എങ്ങനെ അറിയും? ഹരൻ എന്തൊക്കെയോ മനസ്സിൽ കരുതി. എന്താണോ താൻ ഇത്രയും ആലോചിച്ച് കൂട്ടുന്നേ? നമ്മൾ എന്ന് വരും അവിടുന്ന്? 10 ദിവസം. അത് കഴിയുമ്പോൾ വരും. നമ്മുടെ വിവാഹം കഴിഞ്ഞാലേ അവിടെ കുടുംബാമ്പലത്തിൽ എന്തൊക്കെയോ പൂജയോ വഴിപാടോ ഏതാണ്ടൊക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയാ അച്ഛൻ ഇപ്പം വിളിച്ചു വരുന്നത്. അതുകൂടാതെ നമ്മളെ രണ്ടുപേരെ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. ഇല്ല, പറഞ്ഞ പ്രശ്നത്തിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ആ അമ്മയും മോളും വലിയ പ്രശ്നക്കാരാണോ ഏട്ടാ? ആര്? അല്ല, ലക്ഷ്മി അമ്മയ്ക്ക് അവർ തിരിഞ്ഞെന്നും അമ്മ കൊല്ലാൻ നോക്കിയെന്നും ഒക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഒരു ചെറിയ മടിയോടെ തന്നെ നീലു ചോദിച്ചു. ഭയമുണ്ടോ? ചെറിയൊരു ഭയം ഇല്ലാതില്ല. കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ പറഞ്ഞ അവരുടെ മൈൻഡ് എത്രത്തോളം ക്രിമിനൽ മൈൻഡ് ആയിരിക്കുമെന്ന് ഊഹിക്കാം. അങ്ങനെയുള്ളവരെ അച്ഛൻ്റെ അമ്മമ്മയുടെയും കൂടെ നിർത്തിയ നാളെ അച്ഛനും അമ്മമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാലോ? അല്പം കുശുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ക്രിമിനൽ മൈൻഡ് ഇന്നുള്ള അങ്ങനൊരു സംഭവം. പിന്നെ ലക്ഷ്മിയമ്മയെ കൊല്ലാൻ അത് ക്രിമിനൽ സ്വഭാവമല്ലേ? അത് തനിക്ക് കിട്ടാത്ത, താൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് മറ്റൊരുത്തി സ്വന്തമാക്കുമ്പോൾ ഏതൊരു പെണ്ണിൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിപ്പോകുന്ന ഒരു സ്വഭാവം അത് തട്ടിപ്പറിക്കുക. അത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ അതിൽ വേറെ ഞങ്ങളും തെറ്റായി കണ്ടിട്ടില്ല. കാരണം അവർക്ക് മോഹം കൊടുത്തതാ അച്ഛനെ കൊണ്ട് കെട്ടിക്കാമെന്ന്. അന്നേരം അച്ഛൻ വീട്ടിലുള്ളവരാരും വാക്ക് കേൾക്കാതെ അമ്മയെ പ്രണയിച്ച് അമ്മയെ വിവാഹം കഴിച്ച് അമ്മയെ സ്വന്തമാക്കി. അപ്പോൾ സ്വാഭാവികമായി വിരോധം വൈരാഗ്യം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ എൻ്റെതോ? അച്ഛൻ ചെയ്ത അതേ തെറ്റേനല്ലേ താനും ചെയ്തത്? താൻ പ്രണയിച്ചില്ലെന്നല്ല ഉള്ളു. താനിപ്പോൾ എന്നെ കല്യാണം കഴിച്ച് പിന്നെ അവരുടെ മോള് തന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ അന്നേരം എന്നെയും കൊല്ലാൻ നോക്കുമോ? ഇല്ലടോ, വീട്ടിലാരും എൻ്റെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട് അവൾക്ക് വാക്ക് കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, അവൾക്കൊരാഗ്രഹം ഉണ്ടെന്നേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ അവൾ ആഗ്രഹിക്കുന്ന വേറെ ഒന്നിനെയല്ല. ഞങ്ങളുടെ സമ്പത്ത് കണ്ടിട്ട് തന്നെ എന്നെ പുറകെ നടക്കുന്നത്. ഹരിക്കാണെങ്കിൽ അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ഞാൻ ഒരു നിമിഷം പോട്ടെ, ഒരു സെക്കൻഡ് പോലും അവളെ സ്നേഹത്തോടൊന്ന് നോക്കുകയോ ഒന്ന് സംസാരിക്കുക പോലും ഇന്നോളം ചെയ്തിട്ടില്ല. പിന്നെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതവിടെ അമ്മ തന്നെ കുത്തിവെച്ചതായിരിക്കും. അതുകൊണ്ട് ഞാനോ എൻ്റെ വീട്ടുകാരോ അതിൽ ബാധ്യസ്ഥരല്ല. പിന്നെ അവൾ നിനക്ക് നേരെ ഒരു ചെറുവിരലെങ്കിലും മനക്കിയാൽ അവളെ പിന്നെ ആരും കാണില്ല ഭൂമിയിൽ. അതിനുള്ള വഴി എനിക്കറിയാം ചെയ്യാൻ. ആദ്യം അല്പം കളിയാണെങ്കിലും അവസാനം വന്നപ്പോൾ അവൻ്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിരുന്നു. അവൾ അത് മൈൻഡ് വെക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. കുറേ സമയത്തിന് ശേഷം വണ്ടി എവിടെയോ നിന്നതുപോലെ അവൾക്ക് തോന്നിയതും അവൾ ഹരനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ കണ്ണുകൊണ്ട് മുന്നോട്ട് നോക്കാൻ പറഞ്ഞതും മുന്നിൽ അച്ഛൻ്റെ അമ്മയുടെ വാഹനം നിർത്തിയിട്ടേക്കുന്നു. അതിൽ നിന്നും ഹരനെ നിച്ചുവും വെളിയിലിറങ്ങി. അവളും അവരെ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ ഇവിടെ? അല്ല, ഓരോ ചായയും കുടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് നിർത്തിയതാ. അവൾ മടിച്ച് ഹരൻ്റെ അടുത്തേക്ക് നിന്ന്. എന്തെന്നർത്ഥത്തിൽ ഹരൻ ഒന്ന് നോക്കി. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിരുന്നോട്ടെ പ്ലീസ്? വേണോ?
നമുക്കിവിടുന്ന് അവിടം വരെ സംസാരിക്കാടോ, പരസ്പരം അറിയാൻ അത്രയും മതിയല്ലോ, പ്ലീസ്. അവൾ ഒന്നുകൂടി കെഞ്ചിയതും ശരി പോയിരുന്നോ. അവൻ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അവളെ പറഞ്ഞു വിട്ടു. നിച്ചുവും ഹരനും അവൻ്റെ അടുത്തേക്ക് വന്ന്. എന്താടാ അവൾ ഇത്രത്തോളം താഴ്മയായിട്ട് നിന്നോട് സംസാരിക്കുന്നത്? അവളുടെ മൈൻഡ് മൊത്തം ഡിസ്റ്റർബാ. എന്താ ആ തള്ളയും മോളുടെയും കാര്യങ്ങളൊക്കെ നീയൊക്കെ എന്തിനാ അവളോട് വിളമ്പിയത്? അതുകൊണ്ടല്ലേ അമ്മയിൽ കൊല്ലാൻ നോക്കിയതുപോലെ അവരുടെ മോളുടെ മനസ്സിലും ഞാനുണ്ട്. അവളെ വല്ലതും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ അവൾക്കുണ്ട്. അമ്മയെ കൊല്ലാൻ നോക്കിയെങ്കിൽ അവളെ എന്തു വേണമെങ്കിലും ചെയ്യാൻ അവരുടെ മോള് അത്രത്തോളം ക്രിമിനൽ മൈൻഡായി കാണത്തില്ലയോ എന്നൊക്കെ അവളുടെ ചിന്തയും അവളുടെ ചോദ്യവും. അതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയും? ഞാൻ ഇന്നോളം അവളോടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. അവരുടെ മൈൻഡ് ഏത് രീതിയിൽ എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അവൾ പറഞ്ഞതിലും സത്യമുണ്ട്. അമ്മയെ കൊല്ലാൻ നോക്കിയെങ്കിൽ ആ ഒരു ക്രിമിനൽ മൈൻഡ് അവർക്കുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ നാളെ ചെല്ലുമ്പോൾ ഇവൾക്കെതിരെയും അവൾ ചെയ്യാൻ മുതിരില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും അവൾക്ക് ചുറ്റും നമ്മുടെ ഒരു കണ്ണ് വേണം. എനിക്ക് എപ്പോഴും അവളെ സംരക്ഷിച്ച് അവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല. ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായി പുറത്തേക്കൊക്കെ പോകേണ്ടി വരും. എന്നാൽ നീ രണ്ടെണ്ണം അവിടെ തന്നെ കാണുമല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. മനസ്സിലായ രീതിയിൽ അവർ ഇരുവരും തലയാട്ടി അവിടെ നിന്നും വീണ്ടും യാത്രയായി. ഇപ്പോൾ മഹാദേവനും ലക്ഷ്മിയും നീലും ഒരു വണ്ടിയിലും മറ്റു മൂവരും കൂടി ഒരു വണ്ടിയിലുമാണ്. വെളുപ്പിന് ഒരു 5 മണിയോടുകൂടി കുന്നത്തെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇരുവരുടെയും വാഹനം വന്നു നിന്നു. വാഹനം വന്നതിൻ്റെ ശബ്ദം കേട്ടതുപോലെ തന്നെ ഗൗരി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. വാഹനത്തിൽ നിന്നും ഇറങ്ങി ഹരിയും നിച്ചുവും. എന്നാൽ മറ്റു കാറിൽ നിന്നും മഹാദേവനും ലക്ഷ്മിയും നീലുവും ഇറങ്ങി. മുറ്റത്തും വന്നു നിൽക്കുന്ന തൻ്റെ പേരക്കുട്ടികളെയും മകനെയും മകൻ്റെ ഭാര്യയും എല്ലാവരെയും സന്തോഷത്തോടെ തന്നെ ഗൗരി അകത്തേക്ക് ക്ഷണിച്ചു. അവരെല്ലാവരും അകത്തേക്ക് കയറാൻ നിന്നതും ഹരി ഓടി വന്ന്, എൻ്റെ ഗൗരിയെ എത്ര നാളായി കണ്ടിട്ട്. അവൻ ഗൗരിക്കുട്ടിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു ഉമ്മയും കൊടുത്തു. എടാ ചെക്ക, എനിക്ക് പ്രായം എത്ര ആയെന്നും പറഞ്ഞാൽ നീ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? ഓ, ഞാനത് മറന്നുപോയി. ഞാൻ ചിലപ്പോൾ കെട്ടിപ്പിടിച്ച പപ്പടം പൊടിയും പോലെ പൊടിച്ചു പോയാലോ, അല്ലേ ഗൗരി? ഇടാ ചെക്ക, നിൻ്റെ കുറുമ്പ് ഇതുവരെ തീർന്നില്ലേ? എൻ്റെ ഗൗരി ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ഗൗരിയുടെ ആ 5 വയസ്സുകാരൻ ഹരിയാവാനല്ലേ എനിക്കിഷ്ടം. ആന്നാന്ന് 5 വയസ്സുകാരൻ ഹരിയാവുമ്പം ഇതുപോലെ വായിന്ന് വീഴുന്നതിന് നല്ല തല്ലും തരും. ഇതെല്ലാം കണ്ട് എല്ലാവരുടെയും ചുണ്ടുകൾ ഓരോ ചിരിയുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മുത്തശ്ശൻ അകത്തു നിന്ന് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു മഹാദേവ യാത്ര? യാത്രയൊക്കെ സുഖം. പിന്നെന്താ ഇത്ര ലേറ്റായത്? അതച്ചാ ആഹാരം കഴിക്കാനും ഒന്ന് റെസ്റ്റ് ചെയ്യാനും ഒക്കെ കുറേ സമയം വണ്ടി സൈഡിലെല്ലാം ഒതുക്കിയിട്ട് അതാ ഇത്ര ലേറ്റായത്. എന്തേ എൻ്റെ ഹരൻകുട്ടൻ്റെ പെണ്ണ്? അച്ഛൻ ചോദിക്കുന്ന കേട്ടപ്പോഴാണ് ഹരിയോട് സംസാരിച്ചിരുന്ന ഗൗരിക്കുട്ടിക്കും അത് ഓർമ്മ വന്നത്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. ഹരിയോട് സംസാരിച്ച് നിന്ന് ഹരൻകുട്ടൻ്റെ പെണ്ണിനെ കണ്ടില്ലല്ലോ. എന്തേ? ഞാനത് കാണട്ടെ. അപ്പോഴാണ് നീലു അവരുടെ അടുത്തേക്ക് വന്ന്. നല്ല സുന്ദരി മോളാണല്ലോ. ഇവനെ എങ്ങനെ വളച്ച് ഒടിച്ച് കുപ്പിയിലാക്കി? ആരും കേൾക്കാതെ തന്നെ നീലുവിൻ്റെ ചെവിയിലായി ഗൗരി ഒന്ന് ചോദിച്ചു. അവളൊന്ന് ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. ചെറിയ പാട്ടാണെന്നറിയാം. ഒരു പാട്ടും കൂടെ കാണും കേട്ടോ വൈകുന്നേരം.